Good morning to all. Today we are going to deal with the topic principles of evolution. First we can discuss about what is evolution and then about the principles of evolution. So let's start. Evolution is change in the heritable characteristics of biological population over successive generation. These characteristics are expression of genes that are passed on from parents to offspring during reproduction. അതായത് ഇവല്യൂഷൻ ഒരു ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് വിച്ച് പാസസ് ഫ്രം പാരൻസ് ടു ഓസ്പ്രിങ് ഡ്യൂറിങ് സക്സസീവ് ആയിട്ടുള്ള ജനറേഷൻ. And the term evolution usually comes from the Latin word evolutia, which means act of rolling or unfolding. അതായത് ഇവല്യൂഷൻ എന്ന് പറയുന്ന ടേം ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള എവല്യൂഷ്യോ എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്, വിച്ച് മീൻസ് ആക്ട് ഓഫ് റോളിംഗ് ഓർ അൺഫോൾഡിങ്. ടേം ഇവല്യൂഷൻ ഫസ്റ്റ് യൂസ് ചെയ്തത് ചാൾസ് ബർണറ്റ് ആണ് ആൻഡ് ഫാദർ ഓഫ് ഇവല്യൂഷൻ ഇസ് നോൺ ആസ് ചാൾസ് ഡാർവിൻ. We know that there are two types of evolution, convergent evolution and divergent evolution. Let's look it into detail. അപ്പോൾ ഫസ്റ്റ് കൺവേർജൻറ്റ് ഇവല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇവല്യൂഷൻ ഓഫ് സിമിലർ ട്രേറ്റ്സ് ഇൻ ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് സ്പീഷീസ് ഇസ് നോൺ ആസ് കൺവേർജൻറ്റ് ഇവല്യൂഷൻ. അതായത് രണ്ട് ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിൽ ഒരു സെയിം ട്രേറ്റ്സ് ഇവോൾവ് ചെയ്യുന്ന കണ്ടീഷനെയാണ് കൺവേർജൻറ്റ് ഇവല്യൂഷൻ എന്ന് പറയുക. ആൻഡ് ഇറ്റ് occurs when two different species occupy similar ecological niche. അതായത് രണ്ട് ഡിഫറെൻ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് സെയിം എക്കോളജിക്കൽ നിഷയെ ഒക്യുപ്പൈ ചെയ്യുമ്പോഴാണ് കൺവേർജൻറ്റ് ഇവല്യൂഷൻ ഉണ്ടാവാറുള്ളത്. എക്സാമ്പിൾ ഇസ് അബൌട്ട് ഷാർക്ക് ആൻഡ് ഡോൾഫിൻസ്. അതായത് ഷാർക്ക് ആൻഡ് ഡോൾഫിൻസ് ടു ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്, പക്ഷേ ദേ ഇവോൾവ് എ വെരി സിമിലർ ബോഡി ഷേപ്പ് ഇൻ ദേ ബോഡി പാറ്റേൺ. അതായത് അവരുടെ ബോഡി പാറ്റേണിൽ വെരി സിമിലർ ആയിട്ടുള്ളൊരു ബോഡി ഷേപ്സ് ഈ രണ്ട് അക്വാറ്റിക് ഓർഗാനിസം ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കൺവേർജൻറ്റ് ഇവല്യൂഷൻ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിമിലർ ആയിട്ടുള്ള എക്കോളജിക്കൽ നിഷയിൽ കോ ഒക്യുപ്പൈ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇവല്യൂഷൻ സംഭവിക്കുന്നതും ആൻഡ് സിമിലർ ആയിട്ടുള്ള ബോഡി ഷേപ്പ് അവർ അഡാപ്റ്റ് ചെയ്യുന്നതും. അതാണ് കൺവേർജൻറ്റ് ഇവല്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് അബൌട്ട് ഡൈവേർജൻറ്റ് ഇവല്യൂഷൻ. ഡൈവേർജൻറ്റ് ഇവല്യൂഷൻ ഇസ് ഡെവലപ്പിംഗ് ടു ഓർ മോർ സ്പീഷീസ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ ഓവർ ടൈം. അതായത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ടു ഓർ മോർ സ്പീഷീസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഇവല്യൂഷനെയാണ് ഡൈവേർജൻറ്റ് ഇവല്യൂഷൻ എന്ന് പറയുക. ആൻഡ് എക്സാമ്പിൾ ഇസ് ഇൻ ദ കേസ് ഓഫ് ഡാർവിൻസ് ഫിഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവല്യൂഷനെ കുറിച്ചുള്ള ജനറൽ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം, ദാറ്റ് ഇസ് പ്രിൻസിപ്പൾസ് ഓഫ് ഇവല്യൂഷൻ. ഇവല്യൂഷൻ്റെ ബിഹൈൻഡിൽ 4 പ്രിൻസിപ്പൾസ് ഉണ്ട് ആൻഡ് ദീസ് 4 പ്രിൻസിപ്പൾ പ്ലേസ് മേജർ റോൾ ഇൻ ഇവല്യൂഷൻ. ഈ 4 പ്രിൻസിപ്പളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിൽ മാത്രമേ ഇവല്യൂഷൻ എന്ന പ്രോസസ്സ് സംഭവിക്കുകയുള്ളൂ. നമുക്കറിയാം ഇവല്യൂഷൻ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ആ കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഈ 4 ഫാക്ടേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഈ 4 പ്രോസസ്സിനും അവരുടേതായ റോൾസ് ഉണ്ട്. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ദീസ് 4 പ്രിൻസിപ്പൾസ് ഓഫ് ഇവല്യൂഷൻ ആർ വേരിയേഷൻ, ഇൻഹെറിറ്റൻസ്, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ടൈം. ഫസ്റ്റ് വൺ ഇസ് വേരിയേഷൻ. വേരിയേഷൻ ഇസ് ദ ഡിഫറൻസ് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ. അതായത് ഒരു പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസിൽ പല ക്യാരക്ടേഴ്സും കാണിക്കും. അതായത് ഒരു പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസിൽ പലതരത്തിലുള്ള വേരിയേഷൻസും പല തരത്തിലുള്ള ക്യാരക്ടേഴ്സും കാണിക്കും. അപ്പോൾ ആ ക്യാരക്ടേഴ്സിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ ഇസ് ഇൻ ദ കേസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ടൈഗർ. അപ്പോൾ ഈ പോപ്പുലേഷൻ ഓഫ് ടൈഗറിൽ തന്നെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് പല ഗ്രൂപ്പ് ഓഫ് ടൈഗേഴ്സും കാണിക്കുക. അപ്പോൾ അവരിലെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള വേരിയേഷൻസും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, ആൻഡ് ദ മെയിൻ കോസസ് ഓഫ് വേരിയേഷൻ ഇസ് ജെനറ്റിക് ഡിഫറൻസ് ഓർ ബൈ എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ഫാക്ടർ. അതായത് ഇവല്യൂഷൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ജെനറ്റിക് ഡിഫറൻസ് ആവാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാകാം വേരിയേഷൻ സംഭവിക്കുന്നത്. വേരിയേഷൻ ഫിസിക്കലി ഒബ്സർവബിൾ ആണ്. ചില ടൈമിൽ ഫിസിക്കൽ അപ്പിയറൻസിലായിരിക്കും വേരിയേഷൻ സംഭവിക്കുക, പക്ഷേ ചില ടൈമിൽ അത് മെറ്റബോളിസം ഓർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന രീതിയിലായിരിക്കും വേരിയേഷൻ സംഭവിക്കുക. ഇനി സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ്. അത് നമുക്കറിയാം, സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആർ ഫോംഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ്. അപ്പോൾ അത്തരത്തിൽ ഫോം ചെയ്ത ഓസ്പ്രിങ്സിൽ വേരിയേഷൻ കാണപ്പെടും. ഓക്കെ, പക്ഷേങ്കിൽ എസെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസം, അതായത് ക്ലോൺസ്, ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ആണ്. അപ്പോൾ അവരിൽ നമുക്ക് വേരിയേഷൻ ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല.
പക്ഷേ ചില എൻവയോൺമെൻറ്റ് കണ്ടീഷൻ കാരണം അവരിൽ വേരിയേഷൻ ചില ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ വേരിയേഷൻ ഇസ് ഓൺലി ടെമ്പററി ആണ്, അതൊരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള വേരിയേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഗ്രൂപ്പ് ഓഫ് ബീറ്റിൽസ്, ഗ്രൂപ്പ് ഓഫ് ടൈഗേഴ്സ് എക്സെട്ര. അപ്പോൾ ഈ ബീറ്റിൽസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ബീറ്റിൽസിൽ തന്നെ പല തരത്തിലുള്ള വേരിയേഷൻസ് നമുക്ക് കാണാം. ബീറ്റിൽസ് വിത്ത് ബ്ലാക്ക് ഡോട്ട്സ്, വിത്തൗട്ട് ബ്ലാക്ക് ഡോട്ട്സ്, ബ്രൗൺ ബീറ്റിൽസ് എക്സെട്ര. അപ്പോൾ ഈ ഡിഫറൻസ് ഇൻ ക്യാരക്ടേഴ്സ് ഒക്കെ വേരിയേഷൻ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ദിസ് വേരിയേഷൻ ഫൈനലി ലീഡ് ടു ഇവല്യൂഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് there are two types of variation: continuous variation and discontinuous variation. Continuous variation is the genetic variation showing an unbroken range of phenotype in a population. അതായത് ഒരു അൺബ്രോക്കൺ റേഞ്ച് ഓഫ് ഫീനോടൈപ്പ് ഒരു പോപ്പുലേഷനിൽ കാണിക്കുകയാണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ ഇസ് ഇൻ ദ കേസ് ഓഫ് ഹൈറ്റ്, വെയ്റ്റ്, സ്കിൻ കളർ എക്സെട്ര. And discontinuous variation is the variation showing two or more distinct phenotype for a particular characters in a population. അതായത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് 2 or more ഫീനോടൈപ്സ് കാണിക്കുകയാണെങ്കിൽ അതിനെ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ ഇസ് ഇൻ ദ കേസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഹെയർ കളർ. ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ ബൈ ടേക്കിംഗ് ഹെയർ കളർ ആൻഡ് ഹൈറ്റ് ആസ് എക്സാമ്പിളായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ that's about continuous and discontinuous variation. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞു വേരിയേഷൻ എന്താണെന്ന് പറഞ്ഞു. 2 ടൈപ്സ് ഓഫ് വേരിയേഷൻ ഒക്കർ ചെയ്യാനുള്ള റീസൺസ് എക്സെട്ര. ഇനി നെക്സ്റ്റ് ഫാക്ടർ ഇസ് അബൌട്ട് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു ഓസ്പ്രിങ്. അതായത് പാരൻസിൽ നിന്നും ഓസ്പ്രിങ്ങിലേക്ക് ഒരു ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓൾ വേരിയേഷൻ വിൽ നോട്ട് ലീഡ് ടു ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ വേരിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ വേരിയേഷനും ഇൻഹെറിറ്റൻസിലേക്ക് ലീഡ് ചെയ്യില്ല. അതായത് ഓൺലി ദ വേരിയേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ DNA ഓർ ജീൻ വിൽ ബി പാസ് ടു നെക്സ്റ്റ് ജനറേഷൻ. DNA-യിലോ അല്ലെങ്കിൽ ജീനിലോ നടക്കുന്ന വേരിയേഷൻസ് മാത്രമേ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, ഇനി സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഇൻഹെറിറ്റൻസ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ റീപ്രൊഡക്റ്റീവ് സെൽസ്. അപ്പോൾ ഇതാണ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇൻഹെറിറ്റൻസ് ഓൾസോ വിൽ ലീഡ് ടു ഇവല്യൂഷൻ. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് സെൽസ് ഓഫ് DNA ഓർ ജീനിലുള്ള നടക്കുന്ന വേരിയേഷൻ അണ്ടർഗോ ചെയ്ത ക്യാരക്ടേഴ്സ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യപ്പെടുകയും ആൻഡ് ഫൈനലി അത് ഇവല്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇവല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ഫാക്ടർ ഇസ് സെലക്ഷൻ ഓർ നാച്ചുറൽ സെലക്ഷൻ, പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആർ ബെറ്റർ അഡാപ്റ്റഡ് ടു ദിയർ എൻവയോൺമെൻറ്റ് and are more likely to survive and reproduce than other members of a species is known as natural selection. Natural selection occurs through genetic variation or by mixing of alleles and crossing over. നമുക്കറിയാം നാച്ചുറൽ സെലക്ഷൻ ജനറ്റിക് വേരിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് അലീൽസ് ഓർ ക്രോസിംഗ് ഓവർ കൊണ്ടോ ആണ് ഒക്കർ ചെയ്യുന്നത്. Some individuals in a population have better traits which makes them more adapted to the environment condition. And some individuals find it very difficult to adapt to the environment condition and reproduce and survive. അതായത് ഒരു പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസിന് ചില ടൈമിൽ ബെറ്റർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവുകയും അവർ എൻവയോൺമെൻറ്റിൽ മോർ അഡാപ്റ്റഡ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സം ഇൻഡിവിജ്വൽസ് ദേ വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു അഡാപ്റ്റ് ടു ദി എൻവയോൺമെൻറ്റ് കണ്ടീഷൻ. അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിന് റീപ്രൊഡ്യൂസ് ചെയ്യാനും സർവൈവ് ചെയ്യാനും ഡിഫിക്കൽട്ട് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദീസ് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അഡാപ്റ്റീവ് ആയിട്ടുള്ള ട്രേറ്റ്സ് അവരെ ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുകയും ഫൈനലി ഇവോൾവ് ചെയ്യുന്ന പോപ്പുലേഷനിൽ ഈ അഡാപ്റ്റീവ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആയിരിക്കും പ്രോമിനൻ്റ് ആയിട്ട് കാണപ്പെടുക. അപ്പോൾ നേച്ചർ ഓൾസോ ഫേവറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സിനെയാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുക. അതായത് ഫേവറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ ലീഡ് ടു സ്പീസിയേഷൻ. നമുക്കറിയാം നാച്ചുറൽ സെലക്ഷൻ
നേച്ചർ നടത്തുന്ന സെലക്ഷനാണ്. അതായത് ഓൺലി ഫേവറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുകയും അൺഫേവറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുകയും പ്രോസസ്സാണ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഡ്യൂറിങ് നാച്ചുറൽ സെലക്ഷൻ്റെ ടൈമിൽ സ്പീസിയേഷൻ ഒക്കർ ചെയ്യും. സ്പീസിയേഷൻ എന്ന് വെച്ചാൽ ഇവല്യൂഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ലീഡ് ടു സ്പീസിയേഷൻ. It is an important process that drives evolution and helps to explain the diversity of life on Earth. നമുക്കറിയാം നാച്ചുറൽ സെലക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ആൻഡ് ദിസ് പ്രോസസ് ഡ്രൈവ്സ് ഇവല്യൂഷൻ ആൻഡ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ദി ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഇനി നാച്ചുറൽ സെലക്ഷൻ ലെഡ് ടു സ്പീസിയേഷൻ എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾസ് ആണ് ഇൻ ദ കേസ് ഓഫ് ജിറാഫ് ആൻഡ് ഗാലപ്പഗോസ് ഫിഞ്ചസ്. അതായത് ഈ ചിത്രം നാച്ചുറൽ സെലക്ഷൻ ഇൻ ആക്ഷൻ കാണിക്കുന്നതാണ്. അതായത് ഏർലിയർ വി നോ ദാറ്റ് ജിറാഫ് വാസ് നോട്ട് എ ലോങ് നെക്ക്ഡ് ആയിട്ടുള്ള ഓർഗാനിസം. ജിറാഫിന് ലോങ് നെക്ക് ആയിരുന്നില്ല. ബട്ട് ഗ്രാജുവലി ഇവല്യൂഷൻ സംഭവിച്ചിട്ടാണ് ജിറാഫിന് ലോങ് നെക്ക് അറ്റൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഫൈനലി ലെഡ് ടു ദി ഇവല്യൂഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ്. അതായത് ഏർലിയർ ലോങ് നെക്ക് അല്ലാതിരുന്ന ജിറാഫിന് ലോങ് നെക്ക് എന്നൊരു ക്യാരക്ടർ ഇവോൾവ് ചെയ്ത് അതൊരു ന്യൂ സ്പീഷീസിലേക്ക് കൊണ്ടെത്തിച്ചു. അതാണ് നേരത്തെ പറഞ്ഞത് നാച്ചുറൽ സെലക്ഷൻ ലെഡ് ടു സ്പീസിയേഷൻ. Next is about Darwin's finches. From one species of finches, several others have evolved over time, and depending on the environment they inhabit, they have evolved adaptations that makes them better suited for their niche. അതായത് ഫ്രം ഒരു സ്പീഷീസ് ഓഫ് ഫിഞ്ചസിൽ നിന്നും സെവറൽ അതർ സ്പീഷീസ് ഗ്രാജുവലി ഇവോൾവ് ചെയ്തു ആൻഡ് ഫൈനലി ന്യൂ സ്പീഷീസും ഇവോൾവ് ചെയ്തു. അതാണ് ഡാർവിൻസ് ഫിഞ്ചസിനെ കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നാച്ചുറൽ സെലക്ഷൻ. And next is the last principles of evolution, that is time. ഈ ടൈമും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്കറിയാം ഇവല്യൂഷൻ ഒരു സ്ലോ ആൻഡ് ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ്സാണ് ആൻഡ് ഇറ്റ് യൂഷ്വലി ടേക്സ് എ ലോങ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് ഈ ലോങ് ഡ്യൂറേഷൻ മേ റിക്വയർസ് ഡേയ്സ് ഓർ ഡെക്കേഡ്സ് ഓർ സംടൈംസ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ ചിലപ്പം ചില ഡേയ്സ് ആയിരിക്കാം, ഡെക്കേഡ്സ് ആയിരിക്കാം, ഓർ മില്യൺസ് ഓഫ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവല്യൂഷൻ നടക്കുന്നത്. ആൻഡ് ഫൈനലി ഇവല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വേരിയേഷൻ ഒക്കർ ഓവർ ടൈം വിച്ച് റിസൾട്ട് ഇൻ സ്പീസിയേഷൻ ആൻഡ് ന്യൂ സ്പീഷീസ് വിൽ ബി ഇവോൾവ്. അപ്പോൾ ഈ ലാർജ് ആയിട്ടുള്ള ഡെക്കേഡ്സ് ഓഫ് ഇയേഴ്സ് ആൻഡ് മില്യൺസ് ഓഫ് ഇയർ കഴിഞ്ഞിട്ടാണ് ഒരു ഇവല്യൂഷൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇവല്യൂഷൻ ഫൈനലി ന്യൂ സ്പീഷീസിനെ ഇവോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഓൾ അബൌട്ട് ദി 4 പ്രിൻസിപ്പൽസ് ഓഫ് ഇവല്യൂഷൻ. അപ്പോൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, first one is variation. Variation is the difference in characteristics of individuals in a population. And variation genetic difference കൊണ്ടോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടോ സംഭവിക്കാം. വേരിയേഷൻ ഫിസിക്കലി ഒബ്സർവബിൾ ആണ്. അത് ഫിസിക്കൽ അപ്പിയറൻസിലോ മെറ്റബോളിസത്തിലോ ഒക്കെയാണ് കാണപ്പെടുന്നത്. സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ കേസിലാണെങ്കിൽ വേരിയേഷൻ നെക്സ്റ്റ് ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യപ്പെടുകയും ആ വേരിയേഷൻ ഒബ്സർവബിളും ആണ്. ബട്ട് ഇൻ എസെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൽ മോർഫോളജിക്കലി സിമിലറും ജെനറ്റിക്കലി സിമിലറും ആയിരിക്കും. അതുകൊണ്ട് തന്നെ വേരിയേഷൻ എസെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൽ കാണപ്പെടില്ല. ബട്ട് ചില ടൈമിൽ ചില എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ചില ടൈമിൽ വേരിയേഷൻ ഒബ്സർവബിൾ ആണ്. ബട്ട് ദാറ്റ് വേരിയേഷൻ ഇസ് ഓൺലി ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല. പിന്നെ 2 ടൈപ്സ് ഓഫ് വേരിയേഷൻ, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഇസ് അബൌട്ട് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ്. ഓൺലി വേരിയേഷൻ that takes place within the DNA or gene will be passed to next generation. അതാണ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇൻഹെറിറ്റൻസ് ഓൾസോ ഫൈനലി ലെഡ് ടു ഇവല്യൂഷൻ. അതും ഇവല്യൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. പിന്നെ നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് പറഞ്ഞു. സം ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷനും ബെറ്റർ ട്രേറ്റ്സ് ഉണ്ടാവും ആൻഡ് ദീസ് ബെറ്റർ ട്രേറ്റ്സ് വിൽ ബി പാസ് ടു നെക്സ്റ്റ് ജനറേഷൻ ബൈ ദി നേച്ചർ ഓൾസോ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നാച്ചുറൽ സെലക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഫേവറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് നാച്ചുറൽ സെലക്ഷൻ സ്പീഷിയേഷനിലേക്ക് ലീഡ് ചെയ്യും. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ജിറാഫ്, ഗാലപ്പഗോസ് ഫിഞ്ചസ് എക്സെട്ര. ആൻഡ് ദ ലാസ്റ്റ് ഫാക്ടർ ഓർ ലാസ്റ്റ് പ്രിൻസിപ്പൾ ഇസ് ടൈം ആണ്. ടൈം ഓൾസോ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് കൺട്രോൾസ് ഇവല്യൂഷൻ.
നമുക്കറിയാം ഇവല്യൂഷൻ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള സ്ലോ പ്രോസസ്സാണ് വിച്ച് യൂഷ്വലി ടേക്സ് എ ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ഈ ലോങ് പീരീഡ് ഓഫ് ടൈം അണ്ടർഗോ ചെയ്ത് ഇവല്യൂഷൻ സംഭവിച്ച് ന്യൂ സ്പീഷീസ് വിൽ ബി ഫോംഡ്. That's all about my topic. Thank you and have a nice day.